ഉഴുന്ന് ചേർത്തിട്ടുള്ള ഒരു റിംഗ് മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു 1/2 കപ്പ് ഉഴുന്ന് ആദ്യം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു റോസ്റ്റഡ് മണം വരുമ്പോൾ ഇത് ഒരു ചൂട് കുറയാനായിട്ട് കുറച്ച് സമയം മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു കളർ മാറി വന്നിട്ടുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഇത് ചൂട് കുറയാനായിട്ട് കുറച്ച് സമയം മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അവസാനം വരുന്ന തരികൾ മാറ്റിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ അവസാനം വരുന്ന ഈ തരികൾ മാറ്റാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 സ്പൂൺ എള്ള്, 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി ഇതിനകത്തേക്ക് ചേർക്കാം, അല്ലെങ്കിൽ നേരിട്ട് ചേർക്കാം. ഇതെല്ലാ ഭാഗത്തും ഒന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കണം. ഇത് കൈകൊണ്ട് തന്നെയാണ് റിംഗ് ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ എടുത്ത് റിംഗ് ഷേപ്പിൽ ആക്കിയെടുക്കണം. വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ റിങ്ങുകൾ അതിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ പതയൊക്കെ മാറി നന്നായിട്ട് തെളിഞ്ഞ എണ്ണയാകുമ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇടുന്ന സമയത്ത് ഒരു പച്ച മാവാകുമ്പോൾ അത് നന്നായിട്ട് പതഞ്ഞിരിക്കും. ആ പതയൊക്കെ നന്നായിട്ട് മാറി ഒരു തെളിഞ്ഞ എണ്ണയായിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നിൻ്റെ ടേസ്റ്റിലുള്ള ഒരു മുറുക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം.